ഡ്രാഗൺ ഫ്രൂട്ട് കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും കൊതി തോന്നും. അപ്പോൾ പലരുടെയും വിചാരം ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ വാർക്കക്കാല്, കോൺക്രീറ്റ് കാലൊക്കെ വേണം, ടയർ വേണം, എന്തൊക്കെയാണെന്നറിയാം. അപ്പം ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പൈസ പോലും ചിലവാക്കാണ്ട് എങ്ങനെയാണ് കൃഷി ചെയ്യണത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലില്ലാത്തൊരു വെറൈറ്റിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്ത് മേടിച്ച് കൊണ്ടുപോകണം കണ്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നഴ്സ് ഫാമുകളൊക്കെ ഉള്ളവരതിന് നമ്മൾ യാതൊരു കാരണവശാലും മേടിക്കാൻ പാടില്ല. അവർക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുമ്മ കണ്ടോ, ഇത് കോൺക്രീറ്റ് കാലാണ്. ഇതുമ്മയൊക്കെ പഴം കായ ഉണ്ടായിട്ട് പഴമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഇത് മുറിച്ച് കളയണം. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ കൃഷിക്കാരുണ്ട്, നഴ്സറി ഫാമൊക്കെ നടത്തുന്ന ആൾക്കാരല്ല, തനി കൃഷിക്കാരുണ്ട്. അവർ വീട്ടിൽ പറയാം, ചേട്ടാ ഞങ്ങൾക്ക് ഇത് മുറിക്കുമ്പോൾ കുറച്ച് കൊമ്പ് തരണം, അല്ലെങ്കിൽ ഇതിൻ്റെ വള്ളി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അവർ വിളിച്ചു പറയും. ഇപ്പം ഞാൻ നല്ലൊരു മൂർച്ചയുള്ള വെട്ടിയെടുത്തേക്കാണ്. ഇനി കരിശിൻ്റെ കൊമ്പ് മുറിച്ചെടുക്കാൻ പോകണം. അപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഒരു പൈസയും കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം ഇതിൻ്റെ പഴം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പൊക്കെ മുറിച്ച് കളയും. അപ്പോൾ ആ കൃഷിക്കാരനോട് പറഞ്ഞാൽ ചേട്ടാ എനിക്ക് തന്നോളൂ, ഒന്ന് ഫോൺ നമ്പർ അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ അവരിത് കഴിയുമ്പോൾ വിളിച്ചു പറയും, നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പം നമ്മളൊരു റോസാ ചെടി, ഒരു ഉദാഹരണം പറഞ്ഞാണ്, എക്സാമ്പിൾ. ഒരു റോസാ ചെടി ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ഒരു കമ്പ് മുറിച്ച് തരാണെങ്കിൽ അവർ പറയും 4-5 എത്ര വേണമെങ്കിലും മുറിച്ചുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അനുവാദം തരും. അത് നമ്മൾ ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു ഫാമിൽ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു റോസാ ചെടി, നാടൻ റോസ് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ 100-150 രൂപ കൊടുക്കണം. പക്ഷേ വല്ലവൻ്റെ വീട്ടിൽ പോയിട്ടോ കൃഷിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ തോട്ടത്തിൽ നിന്ന് 4 തരണം എന്ന് പറഞ്ഞാലോ 10 പൈസ കൊടുക്കണ്ട. അതുപോലെ തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കൃഷിക്കാരൻ ഇത് മുറിച്ച് കളയുന്ന ആ കഷ്ണം നിങ്ങൾ പറഞ്ഞു കിട്ടണമെങ്കിൽ 10 പൈസ പോലും കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇതുപോലെ കണ്ട, നിങ്ങളുടെ വീട്ടിൽ വല്ല മരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് മുറിച്ചെടുക്കണം. ഇതിപ്പോൾ കരിശുമരമാണ്. ഇതുമ്പോൾ ഞാൻ കയറിയിട്ട് വെട്ടി മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ നമ്മളൊരു കയറൊക്കെ ഇട്ട് കെട്ടി വയ്ക്കണം കേട്ടോ മുകളിൽ. എന്നിട്ട് വേണം മുറിച്ചിടാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വശത്തേക്കാണ് ഈ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഫസ്റ്റ് മുറിക്കുക. ഒരു 3/4 ഭാഗം, ഒരു 80% മുറിക്കുക. അതിന് ശേഷം കൂടെ ഇറങ്ങി പോരാണ്ട. ഞാൻ ഇപ്പോൾ ഒരു 90% മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 80% മുറിച്ചിട്ട് താഴ്ത്തിറങ്ങി വരാം. എന്നിട്ട് വേണം വലിച്ച് ഇടാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീഴും, അവരും മറ്റേ കൊമ്പും വീഴും. അപ്പം നമ്മൾ ഇതുപോലെ കരിശൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ അടയ്ക്കാമരങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ റോഡിന് അരിയിലൊക്കെ നല്ല വെയിൽ കിട്ടും. അപ്പം നിങ്ങൾ ആ റോഡിന് അരിയിലുള്ള സ്ഥലത്ത് പോയിട്ട് അടയ്ക്കാമരത്തിൻ്റെ കടയ്ക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് അടയ്ക്കാരത്ത് നമ്മുടെ കയറി പോയിട്ട് നിങ്ങൾ കോണി വെച്ച് കയറുന്ന ഒരു ഉയരകത്തുമ്പോൾ വേണമെങ്കിൽ ഒന്ന് വളച്ച് താഴ്ത്തിക്ക് വിട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് തനിയെ ഇതിൻ്റെ ഇളപ്പൊക്കെ മുളച്ചു വരും. വേണ്ട, നമ്മുടെ കരിശമര കണ്ട വലിച്ച് താഴെയിട്ടു. ഇനി നമ്മളൊരു 10 അടി ഉയരത്തിൽ വെച്ചിട്ട് മുറിച്ച് പീസാക്കിയിട്ടാണ് കുഴിച്ചിടുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വല്ല പേരമരം, അല്ലെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഏതെങ്കിലും മരം, ഇല്ലെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്തവർ നമ്മളുടെ മതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡരിയിലാണല്ലോ മതിൽ. അപ്പോൾ ഈ മതിലിൻ്റെ ഉള്ളിൽ നമ്മളുടെ പറമ്പിനകത്ത് കൃഷി നട്ടു കൊടുക്കുക. അതിനുശേഷം മതിലുമൂടെ കയറിയിട്ട് പുറത്തേക്ക് ഇടുക വഴിയിലേക്ക്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു വർഷമൊക്കെ ചിലപ്പോൾ 1-2 വല്ല പിള്ളേരുകൾ പൊട്ടിച്ചു കൊണ്ടുപോകും. അല്ലാണ്ട് ആരും കട്ടുകൊണ്ടൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മതിലുമൂടെ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് 2-3 വീട്ടുകാരുണ്ടാവും. ആ വീട്ടുകാർക്കൊക്കെ പഴുക്കുമ്പോൾ 1-2-4 കൊടുക്കുക. അപ്പോൾ അവർക്ക് സന്തോഷമായി. പിന്നെ നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരാൾ പോലും വഴിയിൽ നിന്ന് കട്ടുകൊണ്ടുപോവില്ല. മനസ്സിലായോ? അപ്പം നമ്മളുടെ കരിശുമരം തടി കൊണ്ടായിട്ട് കുഴിച്ചിടണം. ഇനി അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് കാലമൊന്നും വേണ്ട മക്കളെ. കോൺക്രീറ്റ് കാലം എന്തിനാ? ഇതുമോടെ സുഖമായിട്ടാണ് കയറും. അപ്പം ഞാൻ അടയ്ക്കാമരം, കരിശ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ കോൺക്രീറ്റ് കാലമൊക്കെ ചൂടെടുത്തിട്ട് പൊള്ളി ഇതാവും.
അപ്പോൾ ഇല്ലാത്തവന് മരങ്ങളും സാധനങ്ങളും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വെച്ചോ. അതിനും പൈസ ഇല്ലാത്തവർ മതിലിനടിയിൽ നമ്മുടെ പറമ്പിനകത്ത് കുഴിച്ചിടാം. അപ്പോൾ നമ്മളുടെ കരിശ് റെഡിയാണ്. അവൻ്റെ അറ്റം ഇത്തിരി വെട്ട് വായ മുറിവായൊക്കെ ഞാൻ കറക്റ്റാക്കി ആയിട്ടാണ് കുഴിച്ചിടുന്നത്. അപ്പം ഞാൻ ഇവിടെ ടയറ് മകനും ബൈക്കുണ്ട്, അതിൻ്റെ ടയറൊക്കെ പഴയത് മാറ്റിയപ്പോഴൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പൈസയൊന്നും കൊടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 25 രൂപ 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടയർ വർക്ക്ഷോപ്പുകളിൽ പോയിട്ട് കാശിന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള 2 or 3 പിള്ളേരോടെ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ ഫ്രീ ആയിട്ട് അവർ തരും. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഒന്ന് ലെവൽ നോക്കണം, വാട്ടർ ലെവലൊന്നും വേണ്ട, വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ മതി. കണ്ടോ? അപ്പോൾ നമ്മളുടെ ലെവല് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സബിതിൻ്റെ കൂടെ അവളാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ 2 ദിവസം മുന്നേ കൊണ്ടുവന്നതാണ്. അതിൻ്റെ തലയൊക്കെ ഇത് ചെത്തിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ തല ഇങ്ങനെ ഒന്ന് കുറിപ്പിച്ചിട്ട് വയ്ക്കുക. അതിൻ്റെ ഈ ഒരു 3 എഡ്ജുകളുണ്ട്, അത് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ? അത് കൂർത്ത് വയ്ക്കുക. എന്നിട്ട് 1 or 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കുഴിച്ചിടുക. അപ്പം ഞാൻ ഇത് കുറേ എണ്ണമൊക്കെ 2-3 ദിവസം മുന്നേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ മണ്ണിൽ വെറുതെ ചാരി വെച്ചാണെങ്കിൽ തനിയെ വേര് മുളച്ച് വരും, ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മൾ ചാണകം, നല്ല കാലി വളം, കന്നുകാലി വളമാണ് ഇത് പോകുന്നത്. കണ്ടില്ലേ? ചാണകം കൊടുന്നിട്ട് കണ്ടോ? ഈ പോസ്റ്റിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു കുഴി കുത്തണം. അപ്പോൾ 1 അടി താഴ്ചയിൽ കുഴി കുത്തി. കണ്ടോ? 1 അടിയിൽ ഒരു 6 ഇഞ്ച്. അതിനുശേഷം നമ്മൾ നല്ല ചാണകം ഇപ്പം കൊണ്ടുവന്നില്ലേ, ചാക്കൊക്കെ കണ്ടില്ലേ, നമ്മളൊക്കെ ചുവന്നുകൊണ്ടിരുന്നെങ്കിൽ 50 കിലോൻ്റെ ചാക്കൊക്കെ കൊണ്ട് ഓടാണ്. ഇവിടുത്തെ യൂണിയൻകാർക്ക് പോലും ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഓടണമെങ്കിൽ. കണ്ടില്ലേ? അതെന്നിട്ട് മൂട. ഇതുണ്ട് ചാണകം, ഇതാണ് കന്നുകാലി ചാണകം. അതങ്ങോട്ട് മണ്ണിട്ട് മൂട. ആ മണ്ണ് എടുത്തത് മുഴുവൻ ഇട്ട് അങ്ങോട്ട് മൂട. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കണ്ട ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഒന്ന് കോർത്തുണ്ട്, അത് വെറുതെ അങ്ങോട്ട് വെച്ചാൽ മതി. ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് താഴ്ത്ത വെറുതെ അങ്ങോട്ട് തള്ളിയാൽ മതി. കണ്ട? ഇത്രയ്ക്കുള്ള പണി. കണ്ട? നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ തനിച്ചങ്ങോട്ട് ഓടി കയറുള്ളൂ. ഇനി ഒരു ആഴ്ചയിൽ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ഒരു 2 or 3 മാസം കഴിയുമ്പോഴേക്ക് ഇതൊക്കെ പൊടിച്ച് മോളിക്ക് വന്നു കൊടുക്കും. പിന്നെ നമ്മൾ നനയ്ക്കണ്ട. അപ്പോൾ ഇത് കൃഷി നമുക്ക് വെള്ളം കിട്ടാത്ത അവർക്കാണ് ഏറ്റവും നല്ല കൃഷി ഇത്. അപ്പോൾ ഇതൊരു കള്ളിച്ചെടിയാണ്, തീരെ വെള്ളം വേണ്ട. അപ്പോൾ എനിക്ക് വെള്ളം താഴ്ച തുടങ്ങി. അപ്പം ഞാൻ വന്നപ്പോൾ സബിത പാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ, നമ്മളുടെ ഓറഞ്ച് പോലെയുള്ള പാഷൻ ഫ്രൂട്ട് വയലറ്റ് കളർ കൊണ്ടുവന്നുണ്ട്. പിന്നെ അതെ നമ്മുടെ തേങ്ങ മുളച്ചത്, നാളികേരം മുളച്ചത് 2 എടുത്തിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെട്ടിയായിട്ട് തിന്നണം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി ഉണ്ടാവും പണിയെടുത്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഭക്ഷണം കൊണ്ടുവരാൻ പിടിച്ചോ? ഞാൻ കഴിച്ചു. അപ്പോൾ നമ്മൾ പകുതി വെച്ച സബിതയ്ക്കും കൊടുത്തു. ഇനി ഞാൻ അടയ്ക്കാമരത്തിൻ്റെ കടയ്ക്ക, അതായത് കവുങ്ങ് കണ്ടോ, അതിൻ്റെ കടയ്ക്ക കുഴിച്ചിടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. കവുങ്ങിന് ധാരാളം വേരാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഒരു 2 അടി കണ്ടില്ലേ, 2 അടി അകലത്തിലാണ് നമ്മൾ കുഴി അടിക്കുന്നത്. കണ്ടോ? എന്നിട്ടൊന്ന് കുഴിച്ചിടാം. ഇനി കവുങ്ങില്ലാത്തവരുണ്ടോ, ഇപ്പം മതിലുണ്ട് ഞങ്ങളുടെ, ആ മതിലിൻ്റെ അരിയത്ത് ഇങ്ങനെ വെറുതെ മണ്ണൊന്ന് ഇളക്കുക, അതിലാണ്ട് കുത്തി വയ്ക്കുക. കഴിഞ്ഞു പണി. ഇനി വളം ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, ചാണകമോ എന്തെങ്കിലും വളങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള വളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മതിലിൻ്റെ അരിയത്ത് കുഴിച്ചിട്ട് നേരെ മതിലുമോടെ താഴത്തേക്ക് ഇടാം. അപ്പം മതിലിന് ഉയരമുള്ളവർക്കൊക്കെ സുഖമാണ്, ഇഷ്ടം പോലെ പൊടിച്ചുണ്ടായിട്ട് തൂങ്ങി കിടക്കും. അപ്പോൾ വഴിയിലേക്ക് വേണമെന്ന് കരുതിയിട്ട് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഒരാളും നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചുകൊണ്ട് പോകില്ല. അതൊക്കെ പണ്ട് കാലത്ത്. ഇപ്പം ഒന്നും ഒരാൾക്ക് വേണ്ട. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള വീട്ടുകാർക്ക്
ഒരു 3-4 പഴുക്കുമ്പോൾ കൊടുക്കുക. അപ്പോൾ അവർക്കും സന്തോഷമായി. പിന്നെ ഈ മതിലുമെന്ന് ഒരാൾക്ക് പൊട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 പൈസ പോലും കൊടുക്കാതെ നമുക്ക് കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് കണ്ടോ. അടയ്ക്കാമരത്തുമെന്ന് അടയ്ക്ക കിട്ടും,